ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ സന്തോഷ വാർത്ത അറിഞ്ഞ വിഷ്ണു വളരെ സന്തോഷത്തോടെ തന്നെ ബാൻഡ്മേളമൊക്കെ ആയിട്ട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ശ്യാമയുടെ ആ ഗർഭത്തിന്റെ സത്യം അറിയാനായിട്ട് സുസ്മിത കാറിൽ ശാരദാമ്മയുടെ വീട്ടിന്റെ ഒരു ഭാഗത്തിങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. കാറിനകത്ത് തന്നെയാണ് സുസ്മിത ഇരിക്കുന്നത്. ഇതെന്താ, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇതിപ്പോ എന്താണെന്ന് സുസ്മിത വിചാരിക്കുന്നുണ്ട്. തുള്ളിച്ചാടിക്കൊണ്ട് വിഷ്ണുവും അവിടേക്ക് വരുന്നു, കൂടെ കമലനും. ഒന്നും മനസ്സിലാകാതെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് സുസ്മിത. സുസ്മിത കിടക്കുന്ന കാറിന്റെ ആ ഭാഗത്ത് വന്നിട്ട് ഈ വിഷ്ണു കമലനോട് പറയുന്നു, എടാ നീ ഈ പാട്ട് പാടിയാൽ നീ ഫിറ്റാണെന്ന് എല്ലാവരും പറയൂടാ. പറഞ്ഞ വാക്കുകളും അക്ഷരങ്ങളും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് ഇങ്ങനെ കള്ളുകുടിയന്മാരല്ലേ. വിഷ്ണുവും കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. ഇതെന്താ പാമ്പുകളുടെ സംസ്ഥാന സമ്മേളനമെന്ന് സുസ്മിത വിചാരിക്കുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമില്ലാതെ കുറച്ച് സംസാരങ്ങളൊക്കെ അവർ സംസാരിക്കുന്നതിനിടയിൽ വിഷ്ണു പറയുന്നു, എന്തായാലും ഇന്ന് നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമല്ലേ, എന്റെ ശാലിനി IAS എടുത്ത ദിവസമല്ലേ ഇന്ന്. സുസ്മിത കാറിനകത്തിരിക്കുന്നത് കമലൻ കാണുന്നു. സുസ്മിതയല്ലേ അത് എന്ന് കമലൻ വിഷ്ണുവിനോട് പറഞ്ഞപ്പോൾ ആ പേരിവിടെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് കമലന്റെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുകയാണ് വിഷ്ണു. ആശാനെ നോക്ക് ആശാൻ എന്ന് പറയുന്നു. വിഷ്ണു അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ സുസ്മിത കാറിനുള്ളിൽ ഇരിക്കുന്നത് കാണുന്നു. ഹലോ, താക്ക് എന്ന് സുസ്മിതയോട് ഗ്ലാസ് താക്കാൻ പറയുകയാണ് വിഷ്ണു. സുസ്മിത ഗ്ലാസ് താത്തു. എന്താണെന്ന് ചോദിച്ചു. നിങ്ങളാണോ മിസ്റ്റർ സുസ്മിത എന്ന് വിഷ്ണു ചോദിക്കുന്നു. അല്ല എന്ന് സുസ്മിത. എടാ, ഞാൻ പറഞ്ഞില്ലേ ഇത് സുസ്മിതയല്ലെന്ന്, ഇതേതോ ഡീസന്റ് പെണ്ണാണെന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് കമലനോട് പറയുന്നു. എടാ, ഈ ലോകത്ത് ഒരു പെണ്ണും സുസ്മിതയെ പോകലെ ആകാനേ പറ്റില്ല എന്ന് വിഷ്ണു കളിയാക്കി പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നു. ഈ സമയം വീണ്ടും ഗ്ലാസ് ഇടുകയാണ് സുസ്മിത. ദേ ഗ്ലാസ് കയറ്റി നല്ല ഡീസന്റ് കുട്ടിയാണെന്ന് വീണ്ടും വിഷ്ണു പറയുന്നു. അല്ല ആശാന്റെ, നമുക്ക് ഇനി മെയിൻ അജണ്ടയിലേക്ക് കടക്കാം. ജയിച്ച സ്ഥാനാർത്ഥിക്ക് സ്വീകരണം കൊടുക്കണ്ടേ എന്ന് കമലൻ. അങ്ങനെ പിന്നെയും തുള്ളിച്ചാടിക്കൊണ്ട് ബാൻഡ് മേളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് വിഷ്ണുവും കമലനും. നിലാവ് തഴിച്ചുവിട്ട കോഴിയുടെ അവസ്ഥയാണ് എല്ലാം എന്തിനു തോന്നുന്നു. പിന്നാലെ കൂടിയാൽ എന്തായാലും കാര്യമായി കിട്ടാതിരിക്കില്ല എന്ന് സുസ്മിത വിചാരിക്കുന്നുണ്ട്. എന്നാൽ ശാലിനി ആണെങ്കിൽ വീടിനകത്ത് സത്യാമ്മയ്ക്ക് കൊടുത്ത ആ വാക്കിനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. ശാലിനിയുടെ വിഷമം കണ്ട് ശ്യാമ ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഈ ദിവസം എന്തിനാ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ദിവസം, ഇന്ന് ഒരു ദിവസമെങ്കിലും കുഞ്ഞേച്ചിക്ക് സന്തോഷിക്കാനുള്ളതല്ലേ. എത്ര വർഷത്തെ പ്രയത്നമാണ് ഫലം കണ്ടത്. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണോ കുഞ്ഞേച്ചി സാധിച്ചെടുത്തത്? ഇടയ്ക്കേട്ട് ശാലി പറയുന്നു, ഈ ദിവസം സന്തോഷിക്കാനുള്ളതാണോ സങ്കടപ്പെടാനുള്ളതാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല മോളെ. അമ്മ പറഞ്ഞത് ഓർത്തിട്ടായിരിക്കും അമ്മ അങ്ങനെയാണെന്ന് കുഞ്ഞേച്ചിക്ക് അറിയില്ലേ. എപ്പോഴും എന്തിനെങ്കിലും പേടിച്ചുകൊണ്ടിരിക്കും. ഇതേ അമ്മ തന്നെ പറയാറുണ്ട് പല കാര്യങ്ങളും എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, അമ്മയുടെ ആ പേടി എങ്ങനെയുണ്ടായത്? അമ്മയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്. അമ്മയുടെ ദുർവിധി നമ്മൾ മക്കൾക്ക് ആർക്കും ഉണ്ടാവരുത് എന്നുള്ള കരുതലാണത്. അല്ലാതെ അമ്മയുടെ സ്വന്തം ഒരു കാര്യത്തിന് ആശങ്കപ്പെടുന്നത് ഇന്നുവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഈ സിവിൽ സർവീസിന്റെ കാര്യം പറഞ്ഞാൽ ആ പ്രതീക്ഷയും കെടും. ശ്യാമ പറയുന്നു, എന്റെ പൊന്നു കുഞ്ഞേച്ചി, ആശങ്കയൊക്കെ എനിക്കുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഒരു ദിവസം സന്തോഷിക്കാനല്ലേ ഞാനും പറഞ്ഞത് എന്നൊക്കെ ശ്യാമയും പറയുന്നുണ്ട്. ശാരദാമ്മയുടെ വീട്ടുമുറ്റത്ത് നിന്ന് എല്ലാവരോടും വിഷ്ണു നിർത്താൻ പറയുന്നു. അത് നിർത്താൻ പറയുന്നത് സൈലൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിഷ്ണു പറയുന്നത്, എടാ എല്ലാവരോടും ലൈസൻസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കമലൻ പറയുന്നു, എൻ്റെ പൊന്നാശാനെ ലൈസൻസ് എന്നല്ല സൈലൻസ് എന്നാണ്. അപ്പോഴേ വീണ്ടും വിഷ്ണു കമലനിട്ട് ഒന്ന് പൊട്ടിച്ചു. നിനക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല. നീ IAS കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് കമലൻ. ദാ ഇപ്പൊ കാണാം, എല്ലാവരും ലൈസൻസ് എന്ന് വീണ്ടും പറയുന്നുണ്ട്. മാല കമലന്റെ കയ്യിൽ കൊടുത്തിട്ട് വിഷ്ണു അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ശാലിനിയെ കഴിക്കാൻ വിളിക്കാനായിട്ടാണ് ശ്യാമ വന്നത്. അമ്മ കൂടി വന്നോട്ടെ എന്ന് ശാലിനിയും പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞേച്ചിയുടെ കുഞ്ഞുവാവ ഇപ്പോൾ ബഹളം വെക്കില്ലേ ഒന്നും കഴിക്കാതിരുന്ന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിഷ്ണു അവിടേക്ക് കയറി വരുന്നത്. കുഞ്ഞേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞുവാവ എന്ന് ശ്യാമ പറയുന്നത് വിഷ്ണു കേൾക്കുന്നു. ഗർഭിണികളെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് അമ്മ പറയുന്നത്. എല്ലാ കാര്യത്തിനും അമ്മയെ അനുസരിക്കുന്ന കുഞ്ഞേച്ചിക്ക് ഇത് മാത്രം പറ്റില്ലേ എന്നും ശ്യാമ ചോദിക്കുന്നു. എനിക്കിപ്പോൾ വിശപ്പ് തോന്നാഞ്ഞിട്ടാണെന്ന് ശാലിനിയും പറയുന്നു. അതെ, എൻ്റെ കുഞ്ഞുവാവയാണെന്ന് മറക്കല്ലേ. അതോ ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണോ? പച്ചമാങ്ങ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഒപ്പിക്കാം. അങ്ങനെയൊക്കെ ശ്യാമ പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് വിഷ്ണു. വലിയേച്ചി, ഇവിടുത്തെ ഗർഭിണി പെണ്ണിന് ഒരു സ്പെഷ്യൽ മസാല ദോശ ഇപ്പോൾ ഏർപ്പാടാക്കാം കേട്ടോ എന്നൊക്കെ ശ്യാമ പറയുന്നു. ശാരിക അവിടേക്ക് വന്നു. വിഷ്ണു അവിടെ നിൽക്കുന്നത് ശാരിക കാണുന്നു.
എന്നാൽ അത് കേട്ട് വിഷ്ണു സന്തോഷത്തോടെ നിൽക്കുകയാണ്. അല്ല വിഷ്ണു ഏട്ടനോ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടലോടെ ശാലിനി അങ്ങോട്ടേക്ക് നോക്കുന്നു. സന്തോഷത്തോടെ വിഷ്ണു അകത്തേക്ക് കയറി വന്നു. ശാലിനി താൻ ഗർഭിണിയാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് ശാലിനി. ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണു, അതും സന്തോഷത്തോടെ. ടെൻഷനോടെ നിൽക്കുകയാണ് ശാലിനിയും ശാരികയും ശ്യാമയും. ഞാൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു സന്തോഷത്തോടെ നിൽക്കുന്നു. എടോ ഇതെന്താണോ എന്നോട് നേരത്തെ പറയാതിരുന്നത് എന്നും വിഷ്ണു ചോദിക്കുന്നു. ഇന്ന് ഇരട്ടി സന്തോഷ ദിവസമാണ്. ഒന്നാമത് താൻ ടോം റാങ്ക്, നമുക്ക് കുഞ്ഞു വാവയും, കമലനും പാർട്ടിയൊക്കെ പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ശാലിനിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇവർ 3 പേരും. സന്തോഷത്തിൽ വിഷ്ണു ശാലിനിയേക്ക് വട്ടം കറക്കുകയാണ്. വിഷ്ണുവേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ശാലിനി ചോദിക്കുന്നു. കുറച്ച് കഴിച്ചു ഇന്നത്തെ സന്തോഷത്തിനെ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, സന്തോഷിച്ചു, അതിൽ ഒരു കുറ്റമില്ല. സിവിൽ സർവീസ് പാസ്സായതിന്റെ പേരിൽ വിഷ്ണുവേട്ടൻ എത്ര വേണമെങ്കിലും ആഘോഷിക്കാം. പക്ഷേ ഞാൻ ഗർഭിണിയൊന്നുമല്ല. അല്ല പിന്നെ ഇയാളുടെ കാര്യമല്ലേ ഇവിടെ സംസാരിച്ചത്? പറഞ്ഞില്ലേ ഇവിടെ വയറ്റിലുള്ള കുഞ്ഞുവാവയ്ക്ക് വിശക്കണു എന്നൊക്കെ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, അത് ശ്യാമയുടെ കാര്യമാണ്. അവളല്ലേ പറഞ്ഞത്, അവള് വിശക്കുന്നു എന്ന് പറഞ്ഞത് കുഞ്ഞിന്റെ കാര്യമാണ്, അവളല്ലേ ഗർഭിണി. അല്ലല്ല ഇയാളുടെ കാര്യമാണ് പറഞ്ഞതെന്ന് വിഷ്ണു വീണ്ടും പറയുന്നു. വിഷ്ണുവേട്ട ശ്യാമയുടെ കാര്യം തന്നെയാണ് വിഷ്ണുവേട്ടൻ കഴിച്ചിട്ടുള്ളതുകൊണ്ട് മനസ്സിലാവാത്തതാണെന്ന് ശാലിനി വീണ്ടും പറയുന്നു. അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞുവയാണ് മറക്കല്ലേ എന്ന് പറഞ്ഞതും വിഷ്ണുവേട്ടൻ കേട്ടില്ലേ? അത് ഞാൻ കേട്ടു എന്ന് വിഷ്ണു. അതാ ഞാൻ പറഞ്ഞത് വിഷ്ണുവേട്ടൻ തെറ്റിദ്ധരിച്ചതാണെന്ന്. അപ്പോൾ മസാല ദോശയുടെ കാര്യം പറഞ്ഞില്ലേ എന്ന് വീണ്ടും വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതും ശ്യാമയ്ക്ക് വേണ്ടിയാണ്, അവളെപ്പോഴും കൊതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് ശാരിക. ഇവിടെ ഹോട്ടലിൽ കിട്ടുമെങ്കിലും എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന മസാല ദോശയാണ് അവൾക്ക് ഇഷ്ടമെന്നും ശാരിക പറയുന്നു. ഞാൻ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് വരൂ വിഷ്ണുവേട്ട, സന്തോഷം വരുമ്പോൾ കഴിക്കുന്നതുകൊണ്ട് ഞാൻ എതിര് പറയില്ല. പക്ഷേ ഞാൻ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടപ്പിറപ്പുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ബോറാക്കരുത്. ഇത് കേട്ട് ഒരു ചമ്മലോടെ വിഷ്ണു പറയുന്നു, അയ്യോ ഞാൻ ബോറായി പോയല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാലിനിയും. പെട്ടെന്ന് സന്തോഷം വന്നപ്പോൾ പറ്റിപ്പോയതാണ്, സോറി കേട്ടോ ശ്യാമ, സോറി. അത് പോട്ടെ, ഇയാൾക്കൊരു കാര്യം കേൾക്കണം. ഞാൻ വഴിയിൽ വെച്ചൊരു പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സുസ്മിതയാണെന്ന്. സുസ്മിതയെ ഞാൻ എന്തൊരു മണ്ടനാ, അവൾ ഈ പരിസരത്തെങ്ങാണ് വരാൻ കഴിയൂ. സോറി ഞാൻ പെട്ടെന്ന് എനിക്ക് വിഷ്ണു പറയുന്നു. ശ്യാമയോടും സോറി പറയുന്നുണ്ട്. ശാലിനിയോടും സോറി പറയുന്നു. കണ്ണുനീരോടെ ശാലിനി വിഷ്ണുവിനെ നോക്കുന്നു. ശാലിനിയുടെ വയറിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് വിഷ്ണു പറയുന്നു, അയ്യോ എൻ്റെ മക്കൾക്കും സോറി. അച്ഛനോട് ദേഷ്യമൊന്നും തോന്നല്ലേ. പെട്ടെന്ന് ശാലിനി വിഷ്ണുവിനെ പിടിച്ച് മാറ്റിയിട്ട് പറയുന്നു, വിഷ്ണുവേട്ടാ കുഞ്ഞുവാവ ഇവിടെയല്ല അവിടെയാണ്. അയ്യോ ഞാൻ മറന്നുപോയി, അതെ അവിടെയും സോറി എന്ന് വിഷ്ണു പറയുന്നു. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാറിൽ സുസ്മിത. ആശാൻ എന്താ വൈകുന്നത് എന്ന് കൂടെ വന്നാൾ ചോദിക്കുന്നു. എന്ത് പ്ലാൻ ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യാതിരിക്കുമെന്ന് കമലനും. ഇയാൾ എൻ്റെ കൂടെ പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ പിടിക്കുകയാണ് വിഷ്ണു. പറഞ്ഞത് കേട്ടില്ലേടി, പുറത്ത് കൊട്ടും പാട്ടുമൊക്കെ ഉണ്ടെന്ന് എന്ന് ശാരികയും പറയുന്നു. അങ്ങനെ വിഷ്ണു ശാലിനിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ശാരികയും ശ്യാമയും പിറകെ പോയി. കമല, എടാ കമല എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു പോകുന്നു. തുടങ്ങിക്കോളാൻ പറയുന്നു. കമലനും പാർട്ടിയും ആ കൊട്ടും ബഹളവും ഒക്കെ തുടങ്ങുന്നുണ്ട്. സുസ്മിതയെല്ലാം കാണുന്നുണ്ട്. ശാലിനിയെ വിഷ്ണു പിടിച്ച് വട്ടം കറക്കുകയാണ്. ഇതൊക്കെ കണ്ട് വിഷ്ണുവും ശാലിനിയും സന്തോഷത്തോടെ നിൽക്കുന്നു. കൂടെ ശ്യാമയും ശാരികയും. ഡാൻസും ബഹളവും കൊട്ടും എല്ലാം ഉണ്ട്. സുസ്മിത കാറിൽ നിന്നും ഇറങ്ങി. എന്താ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്ന് മറഞ്ഞു വന്ന് നോക്കുകയാണ്. ശാലിനി വിഷ്ണു ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അതിന് വട്ടം കറങ്ങുകയാണ് കമലനും പാർട്ടിയും. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് സുസ്മിതയും വിചാരിക്കുന്നു. എന്തായാലും ഒരു വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് സുസ്മിത ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. സൗകര്യം പോലെ ഇത് ഭാമാന്റിക്ക് അയച്ചു കൊടുക്കാം. ഈ സന്തോഷം അണയാനുള്ള ഒരു ചെറു വെടിക്കുള്ള മരുന്നുണ്ടെന്നും സുസ്മിത വിചാരിക്കുന്നു. ഇനി ഇവിടെ അധിക നേരം നിന്നാൽ ശരിയാവില്ല, കിട്ടേണ്ടത് കിട്ടി, ഇനി കൂടുതലായി നിന്ന് വേറൊന്നും വാങ്ങിച്ചു കൂട്ടണ്ട എന്നും സുസ്മിത വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് സത്യാമ്മയുടെ ഫോണിലേക്കൊരു വീഡിയോയും ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. അത് സത്യാമ്മ കണ്ടോ? ശാലയെ പിടിച്ചിങ്ങനെ വിഷ്ണു വട്ടം കറക്കുന്നതാണ് സത്യാമ്മ ആ വീഡിയോയിലൂടെ കാണുന്നത്. സുസ്മിത തന്നെയാണ് അത് സത്യഭാമയ്ക്ക് അയച്ചു കൊടുത്തതും. അത് കണ്ട് സത്യഭാമ വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.